ഹലോ, വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി തന്നു. നമുക്ക് ഓരോ ദിവസം ലഭിക്കും തോറും നമ്മുടെ സന്തോഷം വർദ്ധിക്കുക. കാരണം നമ്മൾ കർത്താവിൻ്റെ വരവിലേക്ക് ഒരു ദിവസം കൂടി അടുക്കും തോറും ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തിൽ ലഭിച്ച ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആനന്ദം വർദ്ധിക്കും. കാരണം നമ്മൾ എത്രയും വേഗം നമ്മുടെ കർത്താവിനെ കാണും, നമ്മൾ കർത്താവിനോട് ചേരും. അവിടെ നിന്നായിരിക്കുന്ന പോലെ നമ്മൾ അവിടുത്തെ കാണും. നമുക്ക് ഈ വലിയ ജീവനുള്ള പ്രത്യാശ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതം എത്ര ശ്രേഷ്ഠമായ ജീവിതമാണ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ ക്രിസ്തുവിലായ ഒരു വ്യക്തി അവൻ പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ എന്നുള്ള എഫേസ്യ ലേഖനം 4-ാം അധ്യായം 24-ാം വാക്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഭാഗം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 24 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാന ചിന്തയ്ക്ക് വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിനല്ല. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും പുതു മനുഷ്യനെ ധരിച്ചിരിക്കണം. അത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. നമുക്കറിയാം, ഒരു സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരേ യൂണിഫോം ധരിച്ചിരിക്കണം. എല്ലാവർക്കും. അതിന് യാതൊരു മാറ്റവും, അതിനകത്ത് പാവപ്പെട്ടവരെന്നോ കോടീശ്വരനെന്നുള്ള മാറ്റമില്ല. എല്ലാവരും ഒരേ യൂണിഫോം, ഒരേ കളർ, ഒരേ നിലയിലുള്ള യൂണിഫോം ധരിച്ചിരിക്കണം. ഇതുപോലെ ക്രിസ്തുവിലായിരിക്കുന്ന നാം എല്ലാവരും ധരിക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിനെ ധരിച്ച എല്ലാവരിലും ക്രിസ്തുവിനെ കാണുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം, അങ്ങനെയൊരു പ്രഭാവമാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. നമ്മൾ ചിന്തിക്കുക, ഒരു സ്കൂളിലെ കുട്ടിയെ കാണുമ്പോൾ തന്നെ അറിയാം ആ കുഞ്ഞ് ഏത് സ്കൂളിലെ സ്റ്റുഡൻ്റാണ്. ഇതുപോലെ തന്നെ നമ്മളെ കാണുന്നവർക്ക് തന്നെ നമ്മൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണ്, അവനൊരു ക്രിസ്തു ശിഷ്യനാണ് എന്ന് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനിടയാകണം. നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. എല്ലാവരും കർത്താവിലായിരിക്കുന്ന, കർത്താവിൻ്റെ കൽപ്പന പ്രമാണിച്ച് കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ ഗലാത്യർ 3:27 നമ്മൾ വായിച്ച വാക്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ധരിച്ചിരിക്കുന്ന ആ വ്യക്തിയിൽ കാണേണ്ട, പുതുമനുഷ്യരിൽ കാണേണ്ട 7 ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ഇപ്പോൾ ചില കാര്യങ്ങൾ നോക്കി. ഒന്നാമത് നമ്മൾ ചിന്തിച്ചത്, നമ്മൾ സത്യം സംസാരിക്കണം. കാരണം ഓരോ വിശ്വാസികളും പരസ്പരം അവയവങ്ങളാണ് എന്ന നിലയിൽ നമ്മളെ കൂട്ടു സഹോദരങ്ങളോട് സത്യം സംസാരിക്കണം. അതേ എഫേസ്യർ 4:25 നമ്മൾ കാണുകയുണ്ടായി. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. രണ്ടാമത് കണ്ടത്, നമ്മൾ പാപം ചെയ്യാതിരിപ്പീൻ. നമ്മളതിൻ്റെ എഫേസ്യർ 4:26. അപ്പം നടുങ്ങുവിൻ പാപം ചെയ്യാതിരിപ്പീൻ എന്നാണ് സങ്കീർത്തനം 4:4 നമ്മൾ വായിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം. എന്ന് പറഞ്ഞാൽ, നമ്മളെ കർത്താവ് ഈ ലോകത്തിൽ നിന്നും പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നൊക്കെ വിടുവിക്കപ്പെട്ടവരായതുകൊണ്ട് നമ്മൾ വീണ്ടും പാപത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. അപ്പോൾ ദൈവം സൗഖ്യം കൊടുത്ത 38 വർഷമായിട്ട് രോഗിയായി കിടന്ന ആ വ്യക്തിയോട് ദൈവം പറയുന്നത് എന്തുവാ? നീ ഇനിയും അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ വീണ്ടും പാപം ചെയ്യരുത്. അപ്പോൾ വീണ്ടും പാപം ചെയ്യുവാൻ വേണ്ടിയല്ല കർത്താവ് നമ്മളെ വിളിച്ചാക്കുന്നത് എന്നുള്ള കാര്യം എല്ലാ രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരും കരുതിക്കൊള്ളേണ്ട ഒരു കാര്യം തന്നെയാണ്. മൂന്നാമത് നമ്മൾ കണ്ടത്, പിശാചിനിടം കൊടുക്കരുത്. അപ്പോൾ ഒരു കാലത്ത് പിശാചിൻ്റെ കർത്തൃത്വത്തിൽ നമ്മൾ നമ്മുടെ തോന്നിവാസത്തിൽ ജീവിച്ചപ്പോഴെല്ലാം അവിടെ നടന്നുകൊണ്ടിരുന്നത് പിശാചിൻ്റെ കർത്തൃത്വമായിരുന്നു. അതിന് നമ്മൾ ഇനിയും അവസരം കൊടുക്കരുത്. അങ്ങനെ എപ്പോഴെങ്കിലും അവസരം കൊടുത്താൽ അവൻ വീണ്ടും അവൻ്റെ വാഴ്ച അവൻ ആരംഭിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ നോക്കിയുണ്ടായി. നാലാമത് നമ്മൾ കണ്ടത്, കള്ളൻ ഇനി കക്കരുത്. എഫേസ്യർ 4:28 എല്ലാം നമ്മൾ ആ വചനത്തെ അടിസ്ഥാനമാക്കിയാണല്ലോ. അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള തെറ്റായ പ്രവണതകളിലേക്ക് നാം വീണ്ടും പോയി അത് ആവർത്തിക്കുവാൻ ഇടയാകരുത് എന്നാണ് നമ്മൾ ചിന്തിച്ചത്.
ഇന്ന് 5-ാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. അതിന് ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. എത്ര ദൈവമക്കളോടുള്ള ദൈവമക്കളോടുള്ള ബന്ധത്തിൽ എത്ര ശക്തമായൊരു ആലോചനയാണ് പ്രിയമുള്ളവരെ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. നമുക്കൊരു കൽപ്പന തന്നെയാണ്. അങ്ങനെ അരുത്. അപ്പോൾ വിശുദ്ധന്മാർ അവരുടെ ജീവിതത്തിൽ വളരെ ഗൗരവമായി കാണേണ്ട, സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോഴൊക്കെ മറ്റുള്ളവർക്ക് നമ്മളിലൂടെ ലഭിക്കേണ്ടത് ആത്മീക ഉന്നതിയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് ലഭിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിലെ സംസാരം എപ്പോഴും ഇടയാക്കണം. ഈ ലോകപ്രകാരമുള്ള ആ പഴയ നടപ്പ്, പഴയ രീതികൾ, ചില കാര്യങ്ങളിങ്ങനെ ഒരർത്ഥമില്ലാത്ത കാര്യങ്ങൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ നീട്ടി വരച്ചുകൊണ്ടിരിക്കും. ഒരു കാര്യമില്ലാത്ത കാര്യം. ഞങ്ങളുടെ വീട്ടിൽ പണ്ടൊരു പട്ടിയുണ്ടായിരുന്നു. ആ പട്ടി കറുത്ത പട്ടിയായിരുന്നു, കുരയ്ക്കുന്ന പട്ടിയായിരുന്നു, കടിക്കുന്ന പട്ടിയായിരുന്നു. പിന്നെ ആ പട്ടിയെക്കുറിച്ചുള്ള ബിസിനസ് അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവനും പിന്നെ പട്ടിയെ അടിച്ചിടും. അവസാനം ഒരർത്ഥമില്ലാതെ ചില മണിക്കൂറുകൾ ഇങ്ങനെയുള്ള പട്ടിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. നോക്കണം, ഇത് സാധാരണ സംഭവിക്കാറുള്ള ഒരു വലിയ വീഴ്ചയാണ്. ഇതിൻ്റെ എല്ലാം പിന്നെ ശത്രു നമ്മുടെ വിലപ്പെട്ട സമയങ്ങളെ നഷ്ടമാക്കുക. ചിലർ പൊളിറ്റിക്സിനെ കുറിച്ചായിരിക്കും, ചിലർ ഗെയിമിനെ കുറിച്ചായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ സംസാരിക്കേണ്ടത് എപ്പോഴും നമ്മുടെ കർത്താവിനെ കുറിച്ചായിരിക്കും. നമ്മുടെ കർത്താവിനെ, നമ്മളെ കേൾക്കുന്നവർക്ക് ആത്മീയ ഉന്നതി ലഭിക്കുവാനായിട്ടിടയാണ്. ഇത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾക്ക് പരസ്പരം സംസാരിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മളെ രക്ഷിച്ച വിധങ്ങൾ, നമ്മളെ നടത്തിയ വിധങ്ങൾ, കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ, നമ്മുടെ കർത്താവിൻ്റെ വരവ്, ഇങ്ങനെയുള്ള പ്രത്യാശ നിറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കണം നമ്മൾ പരസ്പരം സംസാരിക്കേണ്ടത്. എന്നാൽ അങ്ങനെ അല്ലാതെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ചും നമുക്കറിയാം, ഇവിടെ എഫേസ്യ ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അങ്ങനെ ചീത്തത്തരം, എഫേസ്യൻസ് ചാപ്റ്റർ 5:4, ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്, സ്തോത്രമത്രേ വേണ്ടത്. നോക്കുക, അപ്പം ചേർച്ചയല്ലാത്തൊന്നും, ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, നമ്മൾ പൊട്ടച്ചൊല്ലും കളിവാക്കും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കളിതമാശകൾ പറഞ്ഞ് അങ്ങനെ ജീവിക്കേണ്ട ഒരു കൂട്ടരല്ല ദൈവമക്കൾ. നമ്മുടെ വാക്കുകൾക്കൊക്കെ വളരെ വിലയുണ്ട്. നമ്മുടെ വാക്കുകൾ കേൾക്കുന്നവർ നമ്മളെ വളരെ ശ്രദ്ധിക്കും. അതുകൊണ്ട് ഒരു ആത്മീയൻ എന്ന നിലയിലുള്ള ഒരു ജീവിതചര്യ നമുക്ക് ആവശ്യമാണ്. നമ്മൾ വാക്കുകളെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ കൊളോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, കൊളോസ്യൻ ചാപ്റ്റർ 4:6, അവിടെ വായിക്കുന്നത്, ഓരോരുത്തരും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ കേൾക്കുന്നവർക്ക് രുചികരമായിരിക്കുന്ന ഭോജനമെന്ന നിലയിലുള്ള ആസ്വാദ്യകരമായ നിലയിലായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടതെന്ന്. നമ്മുടെ വാക്കുകൾ എങ്ങനെയുണ്ട്? നമ്മൾ വാക്കുകളെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മളെ കേൾക്കുന്നവർ നമ്മളെ അളക്കുന്നുണ്ട്. നമുക്കറിയാം, ചിലരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ പറയും, അദ്ദേഹം അല്ലെങ്കിൽ അവൾ ഒരു നിഗളിയാണെന്ന് തോന്നുന്നു, ഒരു അഹങ്കാരിയാണ്. ആ വാക്കുകളിൽ തന്നെ ആൾക്കാർ അവരെ അളക്കുവാനിടയായി തീരും. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്,
സോക്രട്ടീസ് എന്ന് പറയുന്ന ആ വലിയ ജ്ഞാനിയായ മനുഷ്യൻ ഒരു ബാലനോട് പറയുകയാണ്, മകനെ നീ സംസാരിക്കേ, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ കാണുവാനായിട്ട് മറ്റു വ്യക്തികൾക്കിടയാകും. അപ്പോൾ നമ്മുടെ സംസാരം നമ്മൾ എത്രമാത്രം സൂക്ഷിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ സംസാരത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, നമ്മുടെ കർത്താവ് തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ വാക്കുകളെക്കുറിച്ച് പറയുമ്പോൾ മത്തായി അതിൻ്റെ 12-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 12 उसका 34 से उसका 37. അപ്പോൾ അതിൻ്റെ മത്തായി 12-ാം അധ്യായം 34 മുതൽ 37 വരെയുള്ള വാക്യം അവിടെ വായിക്കുമ്പോൾ, സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായു സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്നും നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്നും തീയത് പുറപ്പെടുവിക്കുന്നു. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ, നമ്മൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണോ? നമ്മളൊരു തമാശ രൂപത്തിൽ പറഞ്ഞായിരിക്കാം, പക്ഷെ ആ പറഞ്ഞത് ചിലപ്പോൾ കേട്ട വ്യക്തികൾക്ക് അവർക്ക് വളരെ ദുഃഖം വരുത്തി കാണാം. ഇല്ലെങ്കിൽ മറ്റ് ചിലരോട് അവരുടെ ഹൃദയത്തിൽ അകൽച്ച ഉണ്ടായി കാണാം. നമ്മൾ പറയുന്ന വാക്കുകൾ അത് നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം ദൈവമുള്ളവരെ. അപ്പം ഒരു നല്ല മനുഷ്യൻ അല്ലെങ്കിൽ ദൈവഭയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരെപ്പോഴും അവരുടെ വാക്കുകളെ സൂക്ഷിക്കും. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ദൈവത്തിൻ്റെ വചനമായിരിക്കണം. ഏത് സമയത്തും നമുക്ക് കർത്താവിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാൻ കഴിയണം. കർത്താവിനെ കേൾക്കുന്നത്, കർത്താവിനെ അറിയുന്നത് എത്ര വലിയ ഭാഗ്യമാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മൾ എത്രയെല്ലാം കർത്താവിനെ കേട്ടാലും ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം അവന് മതി വരത്തില്ല. കർത്താവിനെ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ആ വ്യക്തിക്ക് ഒരു ആത്മീയനാണെങ്കിൽ അവൻ്റെ സന്തോഷം വർദ്ധിക്കും. നമുക്കറിയാം, അബ്രഹാമിൻ്റെ ദാസൻ റിബേക്കയും കൊണ്ട് പോകുമ്പോഴത്തേക്കും ആ വഴിയാത്രയിൽ റിബേക്കയ്ക്ക് എപ്പോഴും ആവശ്യപ്പെടാനുള്ള ഒറ്റ കാര്യം ആ ഇസ്ഹാക്കിനെ കുറിച്ച് അല്പം ഒന്ന് പറഞ്ഞേ. അദ്ദേഹം സംസാരം നിർത്തി കഴിഞ്ഞാലും പറയും, അല്ല അന്ന് അബ്രഹാം ആ യാഗത്തിന് വേണ്ടി പോയപ്പോഴത്തേക്കും അന്നേരം ഇസ്ഹാക്ക് എന്നാ ചോദിച്ചെന്നാ പറഞ്ഞേ, ഇസ്ഹാക്കിന് എന്ത് ഉത്തരവ് കൊടുത്തേ? ഇങ്ങനെ ഇസ്ഹാക്കിനെ കുറിച്ച് അറിയുന്നതിൽ റെബേക്ക ഉത്സുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുവാൻ, അറിയുവാൻ, പഠിക്കുവാൻ നമുക്ക് ഉത്സാഹമുണ്ടോ? അതോ നമ്മൾ ഇങ്ങനെ ലോകപരമായ കാര്യങ്ങളെ പറഞ്ഞ് മറ്റുള്ളവരെ രസിപ്പിച്ച്, കളിപ്പിച്ച്, ചിരിപ്പിച്ച് നമ്മുടെ ജീവിതം കഴിക്കുകയാണോ? ചിന്തിക്കുക. ഈ യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം ഒരു മുന്നറിയിപ്പാണ്, വലിയ ശക്തമായ മുന്നറിയിപ്പാണ്. യെരമ്യാ ചാപ്റ്റർ 17 വേഴ്സ് 16 ഉസ്ക ലാസ്റ്റ് പാർട്ട് അവിടെ വായിക്കുന്നത്, എൻ്റെ അധരങ്ങൾ ഉച്ചരിച്ചത് തിരുമുമ്പിലിരിക്കുന്നു. കണ്ടോ, എൻ്റെ അധരങ്ങൾ ഉച്ചരിച്ചത് തിരുമുമ്പിലിരിക്കുന്നു. ഇന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. കാരണം നമ്മൾ പറയുന്ന വരികളൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ റെക്കോർഡ് ചെയ്യും, അല്ലേ? ആ റെക്കോർഡ് ഇതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ വാക്കുകളെല്ലാം ഈ അന്തരീക്ഷത്തിലുണ്ട്. ദൈവം ന്യായം വിധിക്കുന്ന നാളിൽ നമ്മൾ പറഞ്ഞ ഈ വാക്കുകളെല്ലാം അത് ചിലപ്പോൾ നമ്മൾ ചിലരുടെ ചെവിയിൽ മന്ത്രിച്ചതായിരിക്കാം, മറ്റാരും അറിയാതിരിക്കാൻ തക്കവണ്ണം രഹസ്യത്തിൽ പറഞ്ഞതായിരിക്കാം. പക്ഷേ ആ വാക്കുകളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുന്നു. ഈ വാക്കുകൾക്കെല്ലാം ഒരിക്കൽ ന്യായവിധിയുണ്ട്. ദൈവം പലപ്പോഴും പലരും അവരെക്കുറിച്ചും പറയുന്നത് ചില ന്യായവിധി, അവർ സ്വയം മറ്റുള്ളവരെ വിധിക്കുക. അങ്ങനെ വിധിക്കാൻ ആർക്കും അധികാരമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ വാക്കുകൾ എങ്ങനെയുള്ളതാണ്? നമ്മുടെ വാക്കുകൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. നമ്മുടെ വാക്കുകളെ നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവ് നമ്മുടെ വാക്കുകൾ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞത് മത്തായി 5:37, മാത്യു 5:37. അവിടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? നിങ്ങളുടെ വാക്ക്
നോക്കുക, അതിൻ്റെ 37-ാം വാക്യം. നിങ്ങളുടെ വാക്ക് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ, ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്നും വരുന്നു. നോക്കുക, ചിലരോട് ചെറിയൊരു കാര്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വലിയ വിശദീകരണങ്ങളാണ്, ഒരു ആവശ്യവുമില്ല. നിങ്ങളെവിടെ പോയി എന്ന് ചോദിച്ചാൽ അതിനൊരു ചെറിയ ഉത്തരം പറഞ്ഞാൽ മതി. അത് ഞാൻ അങ്ങനെ പോയപ്പോഴത്തേക്കും ഇങ്ങനെ കണ്ട്, അങ്ങനെ കണ്ട്, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, ഇങ്ങനെ വലിച്ച് നീട്ടി ഇങ്ങനെ കഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നോക്കുക, നമ്മുടെ വാക്കുകളെ നമ്മൾ ശ്രദ്ധിക്കണം. ദൈവമക്കളെന്ന നിലയിൽ നമ്മളിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകളും അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മൾ സദൃശ്യവാക്യം അതിൻ്റെ 14-ാം അധ്യായം, Proverbs chapter 14, അതിൻ്റെ 5-ാം വാക്യത്തിൻ്റെ ആരംഭം, വിശ്വസ്ത സാക്ഷി ഫോഷ്ക്ക് പറയുകയില്ല. നോക്കുക, വിശ്വസ്ത സാക്ഷി ഫോഷ്ക്ക് പറയുകയില്ല. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫോഷ്ക്ക് പറയാറുണ്ടോ? കള്ളം പറയാറുണ്ടോ? നമ്മൾ കർത്താവിലാണെന്നും കർത്താവിനോടുകൂടെ ജീവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നമ്മുടെ വാക്കുകൾക്ക് വളരെ ഗൗരവമുണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. ഞാൻ ഇതിനു മുൻപും നമ്മൾ സത്യം സംസാരിക്കുക എന്നുള്ള വിഷയത്തിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ ഓർപ്പിച്ചു. ഒരു കാര്യം ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമ്മുടെ വാക്കുകളിലൂടെ വരുന്ന നിത്യതയിൽ വരുന്ന നഷ്ടങ്ങൾ മനസ്സിലാക്കിയാൽ ഇന്ന് നമ്മൾ വളരെ ജാഗരൂകരായിരിക്കും. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ തന്നെ വാക്കുകളിൽ കൊടുക്കുവാനായിട്ട് ശ്രമിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം, ലൂക്ക് ചാപ്റ്റർ 20, അവിടെ അതിൻ്റെ 20 മുതൽ 26 വരെയുള്ള വാക്യം വായിക്കുമ്പോഴത്തേക്കും വളരെ വലിയ സംഭവങ്ങളാണ്. നോക്കിയേ, പിന്നെ അവർ അവനെ നാടുവാഴിയുടെ അധീനതയിലും അധികാരത്തിലും ഏൽപ്പിപ്പാൻ തക്കവണ്ണം അവനെ വാക്കിൽ പിടിക്കേണ്ടതിന്, നോക്കണം, വാക്കിൽ പിടിക്കേണ്ടതിന്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിലുള്ള വീഴ്ചയെ പിടിക്കുവാൻ അവർ തക്കം നോക്കി നീതിമാന്മാർ എന്ന് നടിക്കുന്ന ഒറ്റുകാരെ അയച്ചു. അവർ അവനോട്, ഗുരു, നീ നേർ പറഞ്ഞ് ഉപദേശിക്കുകയും മുഖപക്ഷം നോക്കാതെ ദൈവത്തിൻ്റെ വഴി യഥാർത്ഥമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നാം കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു. അവരുടെ ഉപായം ഗ്രഹിച്ചിട്ട് അവൻ അവരോട്, ഒരു വെള്ളിക്കാശ് കാണിപ്പീൻ, അതിനുള്ള സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന് കൈസറുടേത് എന്ന് അവർ പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അങ്ങനെ അവർ ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് അവനെ വാക്കിൽ പിടിപ്പാൻ കഴിയാതെ, കണ്ടോ, അവനെ വാക്കിൽ പിടിപ്പാൻ കഴിയാതെ അവൻ്റെ ഉത്തരത്തിൽ ആശ്ചര്യപ്പെട്ട് മിണ്ടാതിരുന്നു. നോക്കുക, ഇവിടെ ലക്ഷ്യം എന്തായിരുന്നു? എങ്ങനെയെങ്കിലും കർത്താവിനെ വാക്കിൽ കൊടുക്കുക. കൈസർക്ക് കരം കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഇവൻ, കാരണം അന്ന് യഹൂദന്മാർ റോമാ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലാണ്. അപ്പോൾ ഇവൻ കൈസർക്കെതിരെ സംസാരിക്കുന്നു, വിപ്ലവകാരിയാണെന്നുള്ള ആ ഒരു ചാപ്പ കുത്തി കുറ്റം ആരോപിച്ച് ജയിലിടാൻ പറ്റും. ഇല്ല, നിങ്ങൾ അവന് കൈസർ കരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് യഹൂദന്മാർ, അവർക്ക് അതിനോട് വിരോധമുണ്ട്. അപ്പോൾ അവർക്ക് ഇവരെക്കുറിച്ച് അതൃപ്തി ജനിപ്പിക്കാനായിട്ട് കഴിയും. നോക്കുക, ഏതെങ്കിലും നിലയിൽ കർത്താവിനെ വാക്കിൽ കൊടുക്കുവാൻ നോക്കണം. മനുഷ്യൻ്റെ പരിശ്രമങ്ങൾ വാക്കുകളിൽ കൊടുക്കാം. ഇന്ന് എത്രയോ പേര് ജയിലിൽ കിടക്കുന്നത് വാക്കുകളിൽ കുടുങ്ങിയ. അവർ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ്, ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് തിരുത്തി പറഞ്ഞു, വാക്കിൽ വീഴ്ച വന്നു. നോക്കുക, ഈ ലോകം പോലും വാക്കിൽ വീഴ്ച വരുത്തിയാൽ, തെറ്റ് വരുത്തിയാൽ അതിന് വലിയ ശിക്ഷയുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നിത്യതയോടുള്ള ബന്ധത്തിലും അത് ബാധകമാണ് എന്ന് ദൈവവചനം വളരെ ശക്തമായി നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും വിശുദ്ധന്മാരെ വാക്കുകളിൽ കൊടുക്കുവാൻ, അവരുടെ ദൈവവചനത്തിന് എതിരെ ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്
ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞ് അവരെ കുടുക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു വലിയ കൂട്ടം ജനങ്ങളെ ഇന്ന് നമുക്ക് കാണാൻ പറ്റും. ഇന്നങ്ങനെ ആവശ്യമില്ലാത്ത ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന് വാക്കുകളിൽ കുടുക്കി ജയിലിൽ കിടക്കുന്ന അനേകരുണ്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, എങ്ങനെയെങ്കിലും ഇതേ കാര്യമല്ലേ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പാപിനിയായ സ്ത്രീയെ കൊണ്ടുവന്നപ്പോഴത്തേക്കും അവരെങ്ങനെയെങ്കിലും കർത്താവിൽ കുറ്റം കണ്ടുപിടിക്കുവാൻ, നമുക്കറിയാം ആ വ്യഭിചാരിണിയായ 8-ാം അധ്യായത്തിൽ 3 മുതൽ വായിക്കുമ്പോൾ യോഹന്നാൻ 8 അധ്യായത്തിൽ നമ്മൾ പഠിത്തേ. അപ്പോൾ ഇവിടെ വായിക്കുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ പാപിനിയായ സ്ത്രീയെ അവർ കല്ലെറിയാൻ കൊണ്ടുവന്നതാണ്. അവരുടെ ലക്ഷ്യം മുഴുവനും മോശെ ന്യായപ്രമാണത്തിൽ ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു, നീ എന്ത് പറയുന്നു? അപ്പോൾ കല്ലെറിയാൻ പറഞ്ഞാൽ നീ വലിയ രക്ഷിക്കാൻ വന്നെന്ന് പറഞ്ഞതിനകത്ത് എന്താ സാരം? കല്ലെറിയണ്ടെന്ന് പറഞ്ഞാൽ നീ ന്യായപ്രമാണത്തെ അനുസരിക്കുന്നില്ല, നീ മോശയുടെ വ്യവസ്ഥകളെ ലംഘിക്കുന്നു. എങ്ങനെയെങ്കിലും കുറ്റം ആരോപിക്കുവാൻ, ആ വാക്കുകളിലൂടെ എന്തെങ്കിലും ആരോപിക്കുവാൻ അവർ തക്കം നോക്കിയിരിക്കുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് ആരാ? സർവജ്ഞാനിയായ ദൈവം ദേഹരൂപമെടുത്ത് വന്നവനാ. അവിടത്തേക്ക് ഏത് ചോദ്യത്തിനും തക്കതായ മറുപടി നൽകി നമ്മളെ തൃപ്തരാക്കാൻ ദൈവത്തിന് കഴിയും. നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ഒന്നാമതവരെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ അതിന് ധൈര്യമുള്ള ആരും ഉണ്ടായിരുന്നില്ല. അവരുടെ മനസ്സിൽ നിരൂപിച്ച നിരൂപണങ്ങളിലൊന്നും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തെ മുഴുവനും പരിശോധിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ ജീവിതം പ്രകാരമുണ്ട്. നമ്മൾക്ക് നമ്മുടെ വാക്കുകളെ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്നുണ്ടോ? നമ്മൾ കർത്താവിൻ്റെ വാക്കുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം ലൂക്ക് 4:22 എല്ലാവരും അവനെ പുകഴ്ത്തി, അവൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. നോക്കുക, അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ലാവണ്യ വാക്കുകൾ നിമിത്തം എല്ലാവരും ആശ്ചര്യപ്പെട്ടെന്ന. നോക്കുക, ഒരിക്കൽ ശാസ്ത്രിമാരും മറ്റും യേശുവിനെ പിടിക്കുവാനായിട്ട് ചില പടയാളികളെ അയച്ചു. അവർ പോയി, സേവകർ പോയിട്ട് അവിടെ നടക്കുമ്പോൾ ഈ സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അവർക്ക് യേശുവിനെ പിടിച്ചുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. നിങ്ങൾ എന്തുകൊണ്ട് പിടിച്ചുകൊണ്ട് വന്നില്ല എന്ന ചോദ്യത്തിന് അവർ കൊടുത്ത മറുപടി നമ്മളവിടെ വായിക്കുന്നത് യോഹന്നാൻ 7-ാം അധ്യായം അതിൻ്റെ 45-46 വാക്യം. ജോൺ ഗോസ്പൽ ചാപ്റ്റർ 7 വേഴ്സ് 45-46. സേവകർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവർ അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്തെന്ന് ചോദിച്ചു. ആ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് സേവകർ ഉത്തരം പറഞ്ഞു. നോക്കുക, കർത്താവിൻ്റെ ആ സംഭാഷണങ്ങൾ കേട്ട സേവകന്മാർക്ക് ഒരു രീതിയിലും ഈ കർത്താവിനെ പിടിച്ചുകൊണ്ടുവരുവാനായിട്ട് കഴിഞ്ഞില്ല. ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കണം, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് യഥാർത്ഥമായും ആത്മീയ വർധനവ് വരുത്തുന്നവയാണോ? അതോ നമ്മൾ എങ്ങനെയെങ്കിലും തമാശകൾ പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരുത്തി വയ്ക്കുന്നുണ്ടോ? അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 32-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു കാര്യം, ആക്ട്സ് ചാപ്റ്റർ 20:32, നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരുടെ കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ വരമേൽപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാൻ, നമുക്ക് പരസ്പരം കൂടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീക വർധന ഉണ്ടാകണം. ആത്മീക വർധനമായിരിക്കണം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിരൂപരായി തീരുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഒന്നാമത്തെ ലക്ഷ്യം. നിത്യതയുടെ കാഴ്ചപ്പാടിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം. നമുക്കറിയാം, കർത്താവിനോടുകൂടെ നമ്മൾ ഇവിടെ നടക്കുമ്പോഴും അല്ല നിത്യതയിൽ നടക്കാനായിട്ട് നമ്മൾ പോകുമ്പോഴും അങ്ങനെയുള്ള ജനത്തിൻ്റെ ഒരു വലിയ സവിശേഷത എടുത്തു പറയുന്ന ഒരു വാക്യമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. റെവലേഷൻ ചാപ്റ്റർ 14 വേഴ്സ് 5, നമ്മുടെ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. ഒരുപാട് വിശദീകരിച്ച് വായിക്കാൻ നമുക്ക് ധാരാളം സമയം പോകുമല്ലോ. ഫോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. കണ്ടോ, ഫോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ഏതെങ്കിലും നിലയിലുള്ള കള്ളം പറയുന്നതിൽ നമുക്ക് ലജ്ജ തോന്നാറുണ്ടോ?
പലപ്പോഴും പലരും മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തുവാനായിട്ട് അങ്ങനെയുള്ള സംഭാഷണങ്ങൾ നടക്കാറുണ്ട്. ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ വാക്കുകളിൽ ഭോഷ്കുണ്ടോ? ദൈവത്തോടു കൂടെ നടക്കുന്നവരെ കുറിച്ച് പറയുന്നതാണ്. ഞാൻ അതിൻ്റെ 4 വായിക്കാം. 14 അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോട് കൂടെ മാലിന്യപ്പെടാത്തവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു. ഭോഷ്ക് അവിടെ വായിലുണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. അവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. നോക്കണം, അപ്പോൾ നിത്യതയിലുള്ള കർത്താവിനോട് കൂടെയുള്ള വാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൽ വളരെ ഗൗരവമായി കാണപ്പെടേണ്ട ഒരു കാര്യമാണ് ഭോഷ്കില്ലാത്ത ഒരു ജീവിതം, കളങ്കമില്ലാത്ത ഒരു ജീവിതം. അത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ കേൾവിക്കാരായ വിശുദ്ധന്മാരോടും എനിക്ക് പറയാനുള്ളത്, ഇയ്യോബ് ചോദിച്ചതുപോലെ എൻ്റെ നാവിൽ അനീതിയുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. ദാവീദ് പറയുന്ന പോലെ എൻ്റെ ഹൃദയത്തിലെ വിചാരവും എൻ്റെ വായിലെ വാക്കുകളും ദൈവത്തിന് പ്രസാദമായിരിക്കുമാറാകട്ടെ എന്ന് പറയുവാൻ നമുക്കിടയാകണം. അങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന, കർത്താവിനെ അവിടുത്തെ ജ്ഞാനത്തിൻ്റെ സുഗന്ധം വരുത്തുന്ന ഒരു വക്താവായി, കർത്താവിന് പ്രയോജനമുള്ളൊരു വ്യക്തിയായി ജീവിപ്പാൻ ഈ തലമുറയിൽ കേൾവിക്കാരായ എല്ലാ വിശുദ്ധന്മാർക്കും കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.